അയോധ്യയിലെ രാം മന്ദിർ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഭക്തർ സമർപ്പിച്ച സ്വർണവും വെള്ളിയും വിലപിടിപ്പുള്ള ആഭരണങ്ങളും കാണാതായെന്ന ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ക്ഷേത്രത്തിലെ സംഭാവന പെട്ടികളിൽ നിന്നുള്ള പണവും സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടു. ഇതേ തുടർന്ന് SIT അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു സാധാരണ മോഷണ കേസ് മാത്രമല്ല, രാജ്യത്തിന്റെ ഏറ്റവും വലിയ മതരാഷ്ട്രീയ പ്രതീകങ്ങളിലൊന്നായ രാമക്ഷേത്രത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന വിഷയമാണ്. ട്രസ്റ്റ് പിരിച്ചുവിടണമെന്ന് നരേന്ദ്രമോദിക്ക് വരെ കത്ത് അയച്ചതും ശ്രദ്ധേയമായിരിക്കുകയാണ്. 2 കിലോ ഭാരമുള്ള സ്വർണ്ണഗദ്ദയും വിലപിടിപ്പുള്ള ആഭരണങ്ങളും കാണാതായെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ ആരോപണങ്ങൾ ശക്തമായതോടെ ഉത്തർപ്രദേശ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ക്ഷേത്രത്തിലെ സംഭാവനകൾ സ്വീകരിക്കുന്നതും എണ്ണുന്നതും ബാങ്കിൽ നിക്ഷേപിച്ചതുമായ നടപടിക്രമങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് SIT. അന്വേഷണത്തിന്റെ ഭാഗമായി ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട നിരവധി പേരെ ചോദ്യം ചെയ്തതായും ചില ജീവനക്കാർ അന്വേഷണ പരിധിയിലാണെന്ന റിപ്പോർട്ടുകളും പറയുന്നു. ഇതിൽ 2 കോടി രൂപ വീണ്ടെടുത്ത വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതിനിടെ ക്ഷേത്രത്തിലെ സ്വർണവും വെള്ളിയും വ്യാജ വസ്തുക്കൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിച്ചെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ ഇതുവരെ കോടതിയിലോ അന്വേഷണ ഏജൻസികളിലോ പൂർണ്ണമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നതായി ആരോപിക്കുകയും സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം യോഗി ആദിത്യനാഥ് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സത്യം ഉടൻ പുറത്തു വരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. തെളിവുകൾ വരുന്നതിന് മുമ്പ് അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശിവസേന ഉൾപ്പെടെയുള്ള ചില രാഷ്ട്രീയ ശക്തികൾ ഈ വിഷയത്തെ ഭരണകൂടത്തിനെതിരായ ആയുധമാക്കുകയും രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. രാമക്ഷേത്രം വെറും ഒരു ആരാധനാലയം മാത്രമല്ല, കോടിക്കണക്കിന് ജനങ്ങളുടെ വികാരവും വിശ്വാസവും ചേർന്ന പ്രതീകമാണ്. അതിനാൽ തന്നെ ഇവിടെ ഉയരുന്ന ഓരോ സാമ്പത്തിക ക്രമക്കേടും ഭക്തരുടെ വിശ്വാസത്തെ നേരിട്ട് ബാധിക്കുന്നതാണ്. സംഭാവനകൾ നൽകുന്ന ഭക്തർ അവരുടെ പണം സുരക്ഷിതമായി ക്ഷേത്ര വികസനത്തിനും സേവന പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ കേസിലെ അന്വേഷണം രാജ്യവ്യാപക ശ്രദ്ധ നേടുകയാണ്. വിശ്വാസത്തിന്റെ പേരിൽ സമാഹരിക്കുന്ന ഓരോ രൂപയ്ക്കും പൂർണ്ണമായ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കേണ്ടതാണ്. യോഗി സർക്കാരിനും മോദിക്കും നിർണായകമായിരിക്കും ഈ അന്വേഷണം.